കാലടി എന്ന കൊച്ചു ഗ്രാമം ലോകത്തിന് സംഭാവന ചെയ്ത അതുല്യമായ ഒരു ആത്മീയ തേജസ്സാണ് ശ്രീ ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യർക്ക് ജന്മം നൽകിയ കാലടിയിൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല എല്ലാ വർഷവും ശ്രീശങ്കര ജയന്തി ആഘോഷങ്ങൾ സമുചിതമായി ആഘോഷിക്കാറുണ്ട്. എന്നാൽ കൊറോണ വൈറസ് ലോകത്തെ ആകെ കീഴടക്കുകയും ലോകക്രമത്തെ മാറ്റിമറിക്കുകയും ചെയ്ത ഈ വർഷം ഏപ്രിൽ 28-ന് നമുക്ക് ശ്രീശങ്കര ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. ഇന്ന് ലഭ്യമായ സാങ്കേതികവിദ്യകളിലൊന്നായ ഫേസ്ബുക്ക് ലൈവിലൂടെ ശ്രീശങ്കര ജയന്തി പ്രഭാഷണം നടത്തുവാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ശ്രീശങ്കര പ്രഭാഷണം നിർവഹിക്കുന്നത് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ നിരണം ഭദ്രാസനാധിപനായ അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയാണ്. മതം, ആത്മീയത, രാഷ്ട്രീയം, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പ്രബുദ്ധ കേരളത്തോട് കൂർലോസ് തിരുമേനി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന കൂർലോസ് തിരുമേനിയെ പ്രബോധനവും പ്രവർത്തനവും ഒരേ വഴിയിൽ കൊണ്ടുപോയ ഒരു മത മേധാവിയായി കേരള സമൂഹം അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഗ്രന്ഥകാരനും വാഗ്മിയുമായ അഭിവന്ദ്യ കൂർലോസ് തിരുമേനിയെ ആദരവോടെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് സാർ, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അഭിമാനമായ പണ്ഡിതൻ പ്രൊഫസർ ഡോക്ടർ രാമകൃഷ്ണ ഭട്ട് സാർ, ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറും സംസ്കൃത വേദാന്ത വിഭാഗത്തിലെ അധ്യക്ഷയുമായ ഡോക്ടർ മുത്തുലക്ഷ്മി എന്നിവരെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ഈ വർഷത്തെ ശ്രീശങ്കര പ്രഭാഷണ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അഭിമാനപൂർവ്വം വിനയത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ശങ്കര ജയന്തി പ്രഭാഷണവും സെമിനാറും നവമാധ്യമങ്ങളുടെ സാധ്യതകളെ സ്വീകരിച്ചുകൊണ്ടാണ് നാം ആഘോഷിക്കുവാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീശങ്കര വാർഷിക പ്രഭാഷണം നടത്തുന്നത് അഭിവന്ദ്യനായ ഗീവർഗീസ് കൂറിലോസ് തിരുമേനിയാണ്. പ്രഗത്ഭനായ വാഗ്മിയും മതപഠന രംഗത്ത് തൻ്റേതായ ഒരിടം, തൻ്റേതായ ഒരു രാജപാത തന്നെ സൃഷ്ടിച്ചിട്ടുള്ള കൂറിലോസ് തിരുമേനി തീർച്ചയായും ശാങ്കര ദർശനത്തിൻ്റെ സമകാലിക തെളിച്ചങ്ങളിലേക്ക് നമ്മെ നയിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇന്ത്യ ലോക ജനതയ്ക്ക് നൽകിയ മഹത്തായ ചിന്തകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരടരാണ് അദ്വൈത ദർശനം.
ശ്രീബുദ്ധൻ്റെ ദാർശനിക അടരുകളിൽ മുനപൊട്ടുകയും ശങ്കരാചാര്യരുടെ വ്യാഖ്യാനങ്ങളിലൂടെ ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്ത ദർശനമാണ് അദ്വൈത ദർശനം. നവോത്ഥാന കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരെന്ന് പെരുമ്പറ മുഴക്കിയ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ വലിച്ചെറിയുന്നതിന് സാധാരണക്കാരും നിരാലംബരുമായ നിരായുധരായ ഇന്ത്യൻ ജനതയിൽ ആത്മവീര്യത്തിൻ്റെ തീക്കാറ്റുകൾ നിറച്ച് അവരെ സജ്ജരാക്കുന്നതിൽ അദ്വൈത ദർശനം വഹിച്ച പങ്ക് ഏറെയാണ്. വൈദേശിക മേധാവിത്വത്തിനെതിരെ മാത്രമല്ല, സവർണ മേധാവിത്വത്തിൻ്റെ ഫ്യൂഡൽ ജീർണതകൾക്കെതിരെ സമത്വത്തിൻ്റെ, തുല്യനീതിയുടെ ആശയങ്ങൾ വാരി വിതറി ജാതി മത ലിംഗ വ്യത്യാസങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നതിൽ അദ്വൈത ദർശനം അതിൻ്റെ പങ്ക് വളരെ വളരെ വിശകലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പുതിയ കാലത്തെ വ്യാഖ്യാതാക്കളായ സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ട് സമൂഹത്തിലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനുള്ള ആർജവം നൽകിയതും അദ്വൈത ദർശനം തന്നെ. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം, ഒരു മാതൃകാ രാജ്യം, ഒരു മാതൃകാ ലോകം അത് സാധ്യമാണ് എന്ന് അദ്വൈത ദർശനം നമ്മെ പഠിപ്പിക്കുന്നു. സ്വാഭാവികമായും വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ ജനതയെ ജാതിയുടെയും മതത്തിൻ്റെയും പ്രാദേശികതയുടെയും എല്ലാം കള്ളറകളിലേക്ക് ഒതുക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യൻ ജനതയ്ക്ക് നേരിൻ്റെ വഴി കാട്ടുവാനായിട്ട് അദ്വൈത ദർശനം മഹത്തായ ഒരു ആയുധമായി എന്ന് തന്നെ പറയട്ടെ, മഹത്തായ ഒരു ആയുധമായി തന്നെ പരിണമിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വർഷത്തെ ശങ്കര ജയന്തി ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കാലടി ശ്രീശങ്കര സർവകലാശാല ശ്രീശങ്കര ജയന്തിയോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തുന്ന ശ്രീശങ്കര വാർഷിക പ്രഭാഷണത്തിലേക്ക് ഈ വർഷം എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അദാത്ത് അവർകളോടുള്ള കടപ്പാടും നന്ദിയും വളരെ സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുന്നു. എനിക്ക് ലഭിച്ച ഈ ക്ഷണം ഒരു വലിയ ബഹുമതിയും അംഗീകാരവുമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ പ്രഭാഷണങ്ങളുടെ ഒരു കാലം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷണത്തിൽ നിങ്ങളെ നേരിട്ട് കണ്ട് സംവേദിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു പരിമിതിയുണ്ട്. ആ പരിമിതികൾ മൂലമുണ്ടാകാവുന്ന കുറവുകളെ സദയം ക്ഷമിക്കണമെന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. പ്രകൃതിയും മനുഷ്യനും ഒരു പുതിയ അദ്വൈതത്തിലേക്കെന്ന വിഷയം കൊണ്ടാണ് അല്പസമയം നിങ്ങളുമായിട്ട് സംവദിക്കുവാനായിട്ട് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു.
നാം കടന്നുപോകുന്ന സമകാലീന സമൂഹത്തിൽ സംഗതമായ ഒരു വിഷയമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സമാനതകളില്ലാത്തൊരു കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കലികാല സദൃശ്യമായ ഒരു ഘട്ടത്തിൽ കൂടെയാണ് മനുഷ്യചരിത്രം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. COVID-19 എന്ന് പറയുന്ന ഒരു നിസ്സാര ഒരു ചെറിയ രോഗാണു, അതിൻ്റെ സംഹാരതാണ്ഡവം ഇപ്പോഴും അനസ്യൂതം ആടിക്കൊണ്ടിരിക്കുകയാണ്. സമ്പന്ന രാജ്യങ്ങൾ പോലും ഈ നിസ്സാര അണുവിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാലത്ത് നമ്മൾ കാണുന്നത്. ബക്കിംഗ്ഹാം പാലസ് മുതൽ മുംബൈയിലെ ധാരാവി സ്ലം വരെ, ചേരി പ്രദേശം വരെ ഈ രോഗാണു കീഴടക്കിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകം ഈ രോഗത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്നത്. അതിൻ്റെ സംഖ്യ ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചവരുടെ എണ്ണവും അനുദിനം വർദ്ധിച്ചു വരികയാണ്. എവിടെ എന്ന് ഇത് അവസാനിക്കുമെന്ന് പ്രവചിക്കുവാൻ കഴിയാത്ത തരത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയും പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സമ്പത്തും വികസനവും ശാസ്ത്ര സാങ്കേതിക വിദ്യയുമൊക്കെ ആവോളമുണ്ടെന്ന് അഭിരമിച്ച് അഭിമാനിച്ച് അഹങ്കരിച്ച് സമൂഹങ്ങളെല്ലാം, സമ്പന്ന രാജ്യങ്ങളെല്ലാം ഇന്ന് ഈ ചെറിയ രോഗാണുവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ്. അവരുടെ എല്ലാ സമ്പത്തും നിഷ്പ്രഭമാകുന്ന, അവരുടെ എല്ലാ നേട്ടങ്ങളും നിഷ്ഫലമാകുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ രോഗത്തിനൊരു വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ സാധ്യത ഇപ്പോഴും വിദൂരമായി നിലനിൽക്കുകയും ചെയ്യും. ആകപ്പാടെയുള്ളൊരു വാക്സിൻ നിലവിൽ സോപ്പും വെള്ളവുമാണ്. അതൊരു സൂചന കൂടെയാണ്. ഒരുപക്ഷെ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളൊരു സന്ദേശം, ബാക്ക് ടു നേച്ചർ, അതാണ് ഈ കാലത്തിൻ്റെ സന്ദേശം. മനുഷ്യൻ പ്രകൃതിയിലേക്ക് മടങ്ങുവാനുള്ളൊരു ആഹ്വാനം ഈ കാലത്ത് നാം ശ്രവിക്കണം. മനുഷ്യൻ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു അദ്വൈതത്തിലേക്ക്, അഭേദത്തിലേക്ക്, ഒരു സാധർമ്മ്യത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു പോവുക എന്ന് തന്നെയാണ്. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. കോവിഡ് എന്ന രോഗത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്ര സമൂഹമൊക്കെ ഇന്ന് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കാം ഇതിൻ്റെ മൂല കാരണം? പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കുകയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ഹേതുവായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഇന്ന് ഗൗരവപൂർവ്വം വീക്ഷിക്കുകയും വളരെ പ്രാധാന്യത്തോടെ കാണുകയും ചെയ്യുന്ന കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത രീതിയിൽ ലോകത്തിൻ്റെ പരിസ്ഥിതി, ഈ ലോകത്തിൻ്റെ കാലാവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രകൃതിയുടെ താളം തെറ്റിയുള്ള ഒരു പോക്കാണ് ഈ കാലത്ത് നമ്മൾ കാണുന്നത്. വിചാരിക്കാത്ത നാഴികയിൽ പ്രളയം, വിചാരിക്കാത്ത നാഴികയിൽ പ്രകൃതിയുടെ താളം തെറ്റിയുള്ള കാലക്രമങ്ങൾ വരിക. അത് വരൾച്ചയുടെ രൂപത്തിലും ഭൂകമ്പത്തിൻ്റെ രൂപത്തിലും പ്രളയത്തിൻ്റെ രൂപത്തിലും പകർച്ചവ്യാധികളുടെ ഒക്കെ രൂപത്തിൽ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയോട് മനുഷ്യൻ കഴിഞ്ഞ കാലത്ത് ചെയ്ത ക്രൂരത, അനിയന്ത്രിതമായ പ്രകൃതിയുടെ ചൂഷണം, ഇതെല്ലാം പ്രകൃതിയുടെ താളം തെറ്റലിന്, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത് ഈ പുതിയ രോഗാണുക്കളുടെ ഉത്ഭവത്തിനും കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും. ഈ ലോക്ക്ഡൗൺ കാലത്ത് പ്രകൃതിക്കുണ്ടായ ഒരു പുനർജനി നമുക്ക് കാണാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ടുമറന്ന പക്ഷികളെല്ലാം തിരിച്ചു വരുന്നു. കേട്ടുമറന്ന ഗാനങ്ങളൊക്കെ നാം വീണ്ടും പ്രകൃതിയിൽ നിന്ന് കേൾക്കുന്നു.
ആകാശം കൂടുതൽ നീലയായിരിക്കും. നമ്മുടെ നദികളും പുഴകളുമൊക്കെ വീണ്ടും ശുദ്ധമായിരിക്കും. വനങ്ങളും പ്രകൃതിയുടെ എല്ലാ രംഗങ്ങളും ഈ പുതിയ ജീവൻ, ഒരു പുത്തൻ ഉണർവ് നേടിയെടുക്കുന്നു എന്നുള്ള കാഴ്ച നമ്മൾ ഈ കാലത്ത് കാണുന്നു. അപ്പോൾ പ്രകൃതിയിലേക്ക് മടങ്ങുക മനുഷ്യൻ, ഈ സന്ദേശമാണ് ഈ കാലത്തിൻ്റെ മാറ്റൊലി എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിസ്ഥിതി നാശത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ലിൻ വൈറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ലിൻ വൈറ്റ് ആഗോള പരിസ്ഥിതി നാശത്തെക്കുറിച്ച് നടത്തിയ ഒരു ഗവേഷണത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചപ്പോൾ, അതിൻ്റെ പിറകിൽ ചില മതപരമായ കാരണങ്ങൾ കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ആ ഗവേഷണ ഫലം റിലീജിയസ് റൂട്ട്സ് ഓഫ് എൻവയറമെൻ്റൽ ക്രൈസിസ് എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധാരാളം പേര് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവേഷണമാണത്. അതിൽ ലിൻ വൈറ്റ് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ആഗോള പരിസ്ഥിതി നാശത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളായി ലിൻ വൈറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്, ഒന്ന് എബ്രായ ചിന്തയിലുള്ള, ഹീബ്രു ചിന്തയിലുള്ള സൃഷ്ടിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അത് ബൈബിളിൽ നാം വായിക്കുന്നു. അത് തികച്ചും മനുഷ്യകേന്ദ്രീകൃതമായ ആന്ത്രോപ്പോസെൻട്രിക് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. മനുഷ്യനാണ് സൃഷ്ടിയുടെ കേന്ദ്രമെന്ന ചിന്താഗതി. പ്രകൃതി മനുഷ്യന് താഴെയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യുവാൻ മനുഷ്യന് അവകാശമുണ്ട്, ലൈസൻസ് ഉണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് എബ്രായ സൃഷ്ടി ചിന്തയുടെ ഭാഗമാണ്. അത് ക്രൈസ്തവ മതവും സ്വാംശീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹീബ്രു ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്രിയേഷൻ വിച്ച് ഈസ് വെരി മച്ച് ആന്ത്രോപ്പോസെൻട്രിക്, ഹ്യൂമൻ സെൻറ്റേഡ്, has been a cause of environmental destruction. ഇതിൽ ലിൻ വൈറ്റ് കണ്ടെത്തുന്ന ഒരു തീസിസാണ്. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്, ഹ്യൂമാനിറ്റി ഈസ് ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്നുള്ള കാഴ്ചപ്പാട്. മനുഷ്യന് കീഴെയാണ് പ്രകൃതി, അതുകൊണ്ട് തന്നെ മനുഷ്യന് പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നുള്ള കാഴ്ചപ്പാട്. ഇതിനോട് ചേർന്ന് പാശ്ചാത്യ മുതലാളിത്ത വികസന സങ്കല്പം കൂടി വരുമ്പോൾ, അത് രണ്ടും കൂടി സമ്മേളിക്കുമ്പോൾ പരിസ്ഥിതിക്ക് വലിയ നാശമുണ്ടായി എന്നാണ് ലിൻ വൈറ്റ് സ്ഥാപിക്കുന്നത്. പാശ്ചാത്യ മുതലാളിത്ത വികസന സംസ്കാരം എന്ന് പറയുന്നത് പ്രകൃതിയെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുക, അതുവഴി വികസനം സാധ്യമാക്കുക എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഈ പാശ്ചാത്യ വികസന സമ്പ്രദായവും കാഴ്ചപ്പാടും ബൈബിള് മുന്നോട്ട് വയ്ക്കുന്ന എബ്രായ ക്രിസ്ത്യൻ സൃഷ്ടിയെക്കുറിച്ചുള്ള മനുഷ്യകേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് തമ്മിൽ ചേർന്ന് വന്നപ്പോൾ അത് പ്രകൃതിയെ അതിക്രൂരമായി ചൂഷണം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എത്തുകയും പ്രകൃതിയുടെ വിനാശത്തിന് കാരണമായി തീരുകയും ചെയ്തു എന്നുള്ളൊരു കാഴ്ചപ്പാട് ലിൻ വൈറ്റ് മുന്നോട്ട് വച്ചത് ധാരാളം ചിന്തകരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി മനുഷ്യനാൽ ചൂഷണം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. നേച്ചർ ഈസ് സംതിങ് ടു ബി കോൺകേർഡ്, ടു ബി എക്സ്പ്ലോയിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്, ബൈ ഹ്യൂമാനിറ്റി. ഈ കാഴ്ചപ്പാടാണ് പ്രകൃതി നാശത്തിൻ്റെ ആശയ അടിത്തറ എന്ന് പറയുന്നത്. അതിൻ്റെ പിറകിലുള്ള ഒരു കാഴ്ചപ്പാട് ഡ്യുവലിസം എന്ന് പറയുന്നൊരു ചിന്തയാണ്, ദ്വൈത ചിന്ത. എല്ലാത്തിനെയും, യാഥാർത്ഥ്യത്തെ രണ്ടായി കാണുക. റിയാലിറ്റി ഈസ് സീൻ ആസ് ടു ബൈനറി ഓപ്പോസിറ്റ്സ്, ആസ് ടു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ്. അവിടെയാണ് അദ്വൈതമെന്ന കാഴ്ചപ്പാടിൻ്റെ പ്രസക്തി വരുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, 1866 ഏണസ്റ്റ് ഹൈക്കൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആദ്യമായിട്ട് ഇക്കോളജി എന്ന വാക്ക് ഒരു സയൻറ്റിഫിക് ഡിസിപ്ലിനിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നു. ഇക്കോളജി എന്ന വാക്ക്, പരിസ്ഥിതി എന്ന് നമ്മൾ ഭാഷാന്തരം ചെയ്യുന്ന ഇക്കോളജി എന്ന വാക്കിൻ്റെ മൂലം എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലെ ഒയ്ക്കോസ് എന്ന വാക്കാണ്.
ഒയ്ക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വീടെന്നാണ്. അധിവാസയോഗ്യമായ ഭൂമി എന്ന വീട് എന്നാണ് ഒയ്ക്കോസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നാണ് ഇക്കോളജി, ഇക്കോണമി എന്നീ പദങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അധിവാസയോഗ്യമായ ഒരു ഭൂമിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് ഇക്കോളജി. എന്നാൽ ഇന്ന് ഭൂമി അധിവാസയോഗ്യമാണോ എന്നുള്ള ചോദ്യമാണ് ഈ കാലത്ത് നമ്മൾ ഉയർത്തേണ്ടത്. യാഥാർത്ഥ്യങ്ങൾ തമ്മിലുള്ള ഒരു പാരസ്പര്യമാണ് ഇക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്കോളജി ഈസ് അബൌട്ട് ഇൻ്റർ റിലേറ്റഡ്നെസ്. ഈ പാരസ്പര്യം, പ്രകൃതിയുടെ പാരസ്പര്യം, താളം ഇന്ന് തെറ്റിയിരിക്കുകയാണ്. ഈ പൂരകത്വത്തിന് വന്നിരിക്കുന്ന ശ്ലഥമാണ് പാരിസ്ഥിതിക പ്രതിസന്ധി എന്നതുകൊണ്ട് നാം ഈ കാലത്ത് ഉദ്ദേശിക്കുന്നു. മാക്സ് ഹോർഖെയ്മർ, തിയഡോർ അഡോണോ എന്നീ ചിന്തകരാണ് ആദ്യമായിട്ട് ഈ ഡോമിനേഷൻ, മാസ്റ്ററി ഓവർ നേച്ചർ, പ്രകൃതിയുടെ ചൂഷണം അല്ലെങ്കിൽ അധീശത്വം, അധിനിവേശം എന്നുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ച് സാമൂഹ്യശാസ്ത്രപരമായി ആദ്യ ഗവേഷണങ്ങൾ നടത്തിയത്. They were the pioneers in the field of research on this concept of domination or mastery. ഈ വിഷയത്തിൽ അവരുടെ ആഴമേറിയ പഠനങ്ങൾ ലഭ്യമാണ്. 1945 പ്രസിദ്ധീകരിച്ച ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെൻറ്റ്, 47 പ്രസിദ്ധീകരിച്ച ദി എക്ലിപ്സ് ഓഫ് റീസൺ എന്നീ കൃതികളൊക്കെ പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റവും മേധാവിത്വവും എന്ന ആശയത്തിൻ്റെ പിറകിലുള്ള ഗ്രീക്കോ റോമൻ റൂട്ട്സ്, ഗ്രീക്കുകാരുടെയും റോമൻ സംസ്കാരത്തിൻ്റെയും വേരുകൾ ഈ ചിന്തകർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. അതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ആദിമനിവാസികളുടെ, ദി ഇൻഡിജനസ് കമ്മ്യൂണിറ്റീസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ജീവിതശൈലിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ കോൺസെപ്റ്റ് ഓഫ് മിമേസിസ്. മിമേസിസ് എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ ഓഫ് നേച്ചർ, പ്രകൃതിയുടെ അനുകരണം. അതായിരുന്നു ആദിവാസികളുടെ ഗോത്ര സമൂഹങ്ങളുടെയൊക്കെ ജീവിതശൈലിയുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. അവരുടെ ജീവിതം പ്രകൃതിയുടെ അനുകരണമായി, പ്രകൃതിയുടെ താളമായിരുന്നു അവരുടെയും ജീവിതത്തിൻ്റെ താളം. എന്നാൽ ഈ ആദിതാളം, ആദിമനിവാസികളുടെ ജീവിത താളം, മിമേസിസ്, ഇമിറ്റേഷൻ ഓഫ് നേച്ചർ, അതിനെ പാടെ തകർക്കുകയാണ് യൂറോപ്പിൽ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന, നവോത്ഥാനം എന്ന് പറയുന്ന ആ പ്രസ്ഥാനം കടന്നു വരുന്നതോടുകൂടി. അവിടെ പ്രകൃതിയുടെ താളത്തിനല്ല, മനുഷ്യൻ്റെ ബുദ്ധിയുടെ താളത്തിനാണ് പ്രാധാന്യം നൽകിയത്. റാഷണലിസം, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടെല്ലാം സാധ്യമാണ്. ദി അബ്സല്യൂട്ട് നേച്ചർ ഓഫ് ഹ്യൂമൻ റീസൺ, ഹ്യൂമൻ ഇൻ്റലിജൻസ്, ദി ഇൻഫാലിബിലിറ്റി ഓഫ് ഹ്യൂമൻ മൈൻഡ്, മനുഷ്യ മനസ്സിൻ്റെ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തെറ്റുകൂടായ്മ, അബ്സല്യൂട്ട്നെസ്, ഇൻഫാലിബിലിറ്റി, അതായിരുന്നു എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംശം. ഇതിനൂന്നൽ വന്നപ്പോൾ പ്രകൃതിയുടെ താളം മുഴുവൻ തെറ്റി. ഇതിൻ്റെ പിറകിലെ പ്രധാനപ്പെട്ട ആശയ അടിത്തറ എന്ന് പറയുന്നത് ദ്വൈത ചിന്ത അഥവാ ഡ്യുവലിസം എന്നുള്ളതായിരുന്നു. ഈ കാഴ്ചപ്പാട് യാഥാർത്ഥ്യത്തെ രണ്ടായിട്ട് തിരിച്ചു. സബ്ജക്റ്റും ഓബ്ജക്റ്റും, കർത്താവും കർമ്മവും എല്ലാം രണ്ടായിട്ട് പിരിയുകയാണ്. ഫ്രാൻസിസ് ബേക്കണിൻ്റെ ചിന്ത ഇതിൻ്റെ പാരമ്യത്തിലെത്തുകയാണ്. പിന്നീട് നമുക്കറിയാം ഡെക്കാർട്ടും ന്യൂട്ടണുമൊക്കെ ഗണിതശാസ്ത്രത്തിലും തർക്കശാസ്ത്രത്തിലുമൊക്കെ ഈ എൻലൈറ്റൻമെൻറ്റ്, നവോത്ഥാന ചിന്ത അപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് ഡെക്കാർട്ടിൻ്റെ പ്രസിദ്ധമായ ഒരു ചൊല്ല്, ഐ തിങ്ക് therefore I am. ഞാനാകുന്നത് എനിക്ക് ചിന്തിക്കുവാനുള്ള ഫാക്കൽറ്റി കഴിവുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ചിന്തയുടെ, മനുഷ്യബുദ്ധിയുടെ ഒരു അപ്രമാദിത്വം, റാഷണലിസം ഈ കാലത്ത് മുന്നോട്ട് വന്നപ്പോൾ അത് പ്രകൃതിയുടെ താളത്തെ, മിമെസിസ് എന്ന് പറയുന്ന അതുവരെ ഉണ്ടായിരുന്ന ലോക കാഴ്ചപ്പാടിനെ തകിടം മറിച്ചു. ഈ റാഷണലിസം അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റിൻ്റെ ലോജിക്കും മുതലാളിത്ത ക്യാപിറ്റലിസത്തിൻ്റെ പ്രോഫിറ്റ് ഡ്രിവൺ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഇത് രണ്ടുകൂടെ ചേർന്നപ്പോഴാണ് പ്രകൃതി ഏറ്റവും വിനാശകരമായ
പ്രതിസന്ധി നേരിടുന്നു. അവിടെയാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. മുതലാളിത്ത വികസന കാഴ്ചപ്പാടും യൂറോപ്പിലെ എൻലൈറ്റൻമെൻറ്റ് മുന്നോട്ട് കൊണ്ടുവന്ന ഹ്യൂമൻ റാഷണലിസവും ഒരുമിച്ച് ചേർന്ന് പ്രകൃതിക്ക് യാതൊരു മൂല്യവുമില്ല, അത് മനുഷ്യനാൽ കീഴടക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വന്നപ്പോൾ അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണം ഉണ്ടാവുകയും ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വലിയ വിനാശത്തിലേക്ക് ലോകം കടക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയായി കോവിഡ് പോലെയുള്ള രോഗാണുക്കളെയും രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും ഈ കാലത്ത് നാം കാണേണ്ടത്. അപ്പോൾ എല്ലാവിധ മേധാവിത്വത്തിൻ്റെയും അല്ലെങ്കിൽ കോളനിവൽക്കരണത്തിൻ്റെയും അധീശത്വത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും പിറകിലെ ആശയ അടിത്തറ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെ രണ്ടായിട്ട് തിരിക്കുകയും അതിലൊന്നിന് കൂടുതൽ മൂല്യവും മറ്റതിന് കുറച്ച് മൂല്യവും കൽപ്പിക്കുക, അതിനെ ഹൈറാർക്കിക്കലൈസ് ചെയ്യുക, ശ്രേണിബദ്ധമാക്കുക എന്നുള്ളതാണ്. അതാണ് എല്ലാ കോളനിവൽക്കരണ പ്രോജക്റ്റുകളുടെയും പിറകിലുള്ള ആശയ അടിത്തറ. അതനുസരിച്ച് മനുഷ്യനൊരു കാറ്റഗറിയാണെങ്കിൽ പ്രകൃതി അതിൻ്റെ ഓപ്പോസിറ്റ് കാറ്റഗറിയാണ്, ബൈനറി ഓപ്പോസിറ്റാണ്. മനുഷ്യൻ മേലാള കാറ്റഗറിയാണെങ്കിൽ പ്രകൃതി കീഴാള കാറ്റഗറിയാണ്. അതാണ് അതിൻ്റെ ഡൈക്കോട്ടമി. ഈ സ്കീം അനുസരിച്ച് പുരുഷൻ ഒരു കാറ്റഗറിയാണ്, മേലാള കാറ്റഗറിയാണ്. അങ്ങനെയെങ്കിൽ സ്ത്രീ അതിൻ്റെ ഓപ്പോസിറ്റാണ്, കീഴാള കാറ്റഗറിയാണ്. ഈ ചിന്തയനുസരിച്ച് വെള്ളക്കാർ മേലാള കാറ്റഗറിയാണ്, കറുത്തവർ കീഴാള കാറ്റഗറിയാണ്. ഈ ലോജിക്ക് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ ബ്രാഹ്മണർ മേലാള കാറ്റഗറിയും ദളിതർ കീഴാള കാറ്റഗറിയും. ബുദ്ധി കൂടുതൽ മൂല്യമുള്ളതാണ്, വികാരം ഇമോഷൻ കുറഞ്ഞതാണ്. ഈ ഹൈറാർക്കി കൊളോണിയലിസത്തിന് അധീശത്വത്തിന് ആശയ അടിത്തറ നൽകി. കീഴാള പരിപ്രേക്ഷ്യങ്ങൾക്ക് മൂല്യം കുറവാണെന്നും അല്ലെങ്കിൽ മൂല്യം ഇല്ല എന്നും മേലാള പരിപ്രേക്ഷ്യങ്ങൾ അധിനിവേശം അതുകൊണ്ട് നടത്തുവാൻ അവർക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഇതെല്ലാ തരത്തിലുള്ള കൊളോണിയലിസത്തിൻ്റെയും റേസിസത്തിൻ്റെയും കാസ്റ്റിസത്തിൻ്റെയും അധീശത്വ ശക്തികളുടെയും പിറകിലെ ആശയ അടിത്തറയാണ്. അതാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത്. ദ്വൈത ചിന്ത, ഡ്യുവലിസം, ബൈനറി കാഴ്ചപ്പാടുകൾ, യാഥാർത്ഥ്യത്തെയും മനുഷ്യരെയും പ്രകൃതിയെയും എല്ലാം രണ്ടായിട്ട് തിരിച്ച് ചിലതിനെ മൂല്യം കുറഞ്ഞതെന്നും ഇൻഫീരിയർ കാറ്റഗറി എന്നും മറ്റു ചിലതിന് സുപ്പീരിയർ കാറ്റഗറി മൂല്യം കൂടിയതെന്നും തിരിച്ച് മൂല്യം കൂടിയതിന് മൂല്യം കുറഞ്ഞതിനെ ഏതവസരത്തിലും യഥേഷ്ടം ചൂഷണം ചെയ്യുവാനും അടിമത്വത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാഴ്ചപ്പാട് സംസ്ഥാപിക്കുകയും ചെയ്തു. ഇതിൽ നിന്നാണ് പ്രകൃതിനാശവും എല്ലാ തരത്തിലുള്ള സാമൂഹിക അസമത്വവുമൊക്കെ സംജാതമാകും. അതിനെ നേരിടുവാനുള്ള ഒരു ഫലപ്രദമായ പോംവഴിയാണ് അദ്വൈതം എന്ന ചിന്ത. ദ്വൈതം എന്ന ചിന്തയെ മറികടക്കുവാൻ അദ്വൈതത്തിനെ സാധിക്കുകയും പാശ്ചാത്യ ദ്വൈത ചിന്തകൾക്ക് ബദലായി പൗരസ്ത്യ അദ്വൈത ചിന്തകളെ മുന്നോട്ട് വയ്ക്കുവാനുള്ളൊരു കാലത്താണ് നാം അതുകൊണ്ട് ജീവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെയാണ് കാലടി ശ്രീശങ്കര സർവകലാശാല ആരുടെ പേരിൽ സംസ്ഥാപിതമായിരിക്കുന്നു ആ ശ്രീശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന കാഴ്ചപ്പാടിന് ഈ കാലത്ത് കൂടുതൽ പ്രസക്തി വരും. ശങ്കരാചാര്യർക്ക് മുമ്പേ അദ്വൈതം എന്ന കാഴ്ചപ്പാട് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ശ്രീ ശങ്കരാചാര്യരാണ് അദ്വൈതം അഭേദം എന്ന കാഴ്ചപ്പാടിന് താത്വികമായ ഒരു പ്രചാരം നൽകിയത്. ആശയത്തിൻ്റെ ആഴത്തിലുള്ള വ്യാഖ്യാനങ്ങളും കമൻ്ററികളൊക്കെ നൽകിയത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്വൈതം എന്ന ആശയം കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നതും ശ്രീ ശങ്കരാചാര്യരുടെ നാമം തന്നെയാണ്. ഈ കാഴ്ചപ്പാടനുസരിച്ച് ഭേദങ്ങളില്ല, എല്ലാം ഒന്നാണ് എന്നുള്ളൊരു ചിന്തയാണ്. ബ്രഹ്മനും ആത്മനും തമ്മിൽ അഭേദമാണ്, ഭേദമില്ലാത്ത അദ്വൈതമാണ്. അത് ലോക പ്രശസ്തി നേടിയ ഒരു കാഴ്ചപ്പാടുമാണ്. ഇത് ഉദാത്തമായ ഒരു കാഴ്ചപ്പാടാണെങ്കിലും നമുക്കറിയാം പ്രായോഗിക തലത്തിൽ അദ്വൈതം എന്ന കാഴ്ചപ്പാട് ഇതുവരെ നടപ്പിലായിട്ടില്ല. ശ്രീ ശങ്കരാചാര്യരുടെ കാലത്ത് പോലും അതിന് വിപരീത ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്.
ദൈവവും മനുഷ്യനും തമ്മിൽ ഭേദമില്ല, അഭേദമാണ്, അദ്വൈതമാണെന്നുള്ള കാഴ്ചപ്പാട് അദ്വൈതം മുന്നോട്ട് വയ്ക്കുമ്പോൾ, മനുഷ്യനും തമ്മിൽ ഭേദമില്ല, മനുഷ്യനും തമ്മിലും അഭേദവും അദ്വൈതവും നിലവിലുണ്ട്, അതൂന്നി പറഞ്ഞുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതത്തിനൊരു സാമൂഹിക കാഴ്ചപ്പാട്, ഒരു വ്യാഖ്യാനം, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ നൽകിയത്. ഒരു സോഷ്യൽ അദ്വൈത ശ്രീനാരായണ ഗുരുദേവനാണ് ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് വെച്ചത് എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദം മാത്രമല്ല, ആ തലത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, താത്വിക തലത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, മറിച്ച് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലും അഭേദവും സമത്വവും ഉണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാട് ഗുരുദേവൻ ഒരു ഭ്രാന്താലയമായിരുന്ന നമ്മുടെ കേരള സമൂഹത്തിൽ മുന്നോട്ട് വെച്ചപ്പോൾ അതൊരു വലിയ വിപ്ലവ മന്ത്രമായിട്ട് മാറി എന്നുള്ളത് ചരിത്രമാണ്. ഗുരുദേവൻ്റെ ആത്മോപദേശ സാധകം ഉൾപ്പെടെയുള്ള എഴുത്തുകൾ ഈ സാമൂഹ്യ അദ്വൈതത്തിൻ്റെ പ്രകാശനങ്ങളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതിലും വലിയ അദ്വൈതമില്ല. എന്നാൽ നാം സൂക്ഷിച്ച് നിരീക്ഷിക്കേണ്ട ഒരു കാര്യം, ഗുരുദേവൻ പറഞ്ഞത് ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവമെന്നല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്നാണ്. സെയിംനെസ് അല്ല, വൺനെസ്. ഒന്നാകുന്നു എന്നുള്ള കാഴ്ചപ്പാടിനെ ഒരുപോലെയാക്കുക എന്നുള്ളതല്ല. ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും നാമെല്ലാം ഒന്നാണ്, തുല്യരാണ്, സമത്വമാണ് അതിൻ്റെ പിറകിലെ പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് നാം മറന്നുപോകുന്നു. അതുകൊണ്ട് താത്വിക തലത്തിൽ നിന്ന് ശങ്കരാചാര്യരുടെ അദ്വൈതത്തെ ഒരു സാമൂഹ്യ നീതിയുടെ, സമത്വത്തിൻ്റെ, മനുഷ്യരുടെ ഇടയിലുള്ള അഭേദത്തിൻ്റെ തലത്തിലേക്ക് ഗുരുദേവൻ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കാം. എന്നാൽ ഈ കാലത്ത്, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത്, അദ്വൈതത്തെ ഒരു പുതിയ തലത്തിലേക്കിലൂടെ നമ്മൾ ഉയർത്തുവാനുള്ള ഒരു അവസരമായി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ദൈവവും മനുഷ്യനുമുള്ള അഭേദം ഒരു തലത്തിൽ, മനുഷ്യനും തമ്മിലുള്ള സമത്വം സോഷ്യൽ അദ്വൈത, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദം അത് ഒരു ജൈവ അദ്വൈതമായി, ഒരു ഇക്കോളജിക്കൽ അദ്വൈതമായി ഈ കാലത്ത് മുന്നോട്ട് വരേണ്ട ആവശ്യകത നാം ഈ കാലത്ത് തിരിച്ചറിയണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇന്ന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരികയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ ദ്വൈത ചിന്തയുടെയും മുതലാളിത്ത ക്യാപിറ്റലിസത്തിൻ്റെയും ഒക്കെ ചിന്തയുടെ ഫലമായി എൻലൈറ്റൻമെൻറ്റ്, ആ കാഴ്ചപ്പാടിൻ്റെ സ്വാധീനത്തിലൊക്കെ മനുഷ്യൻ പ്രകൃതിയെ യഥേഷ്ടം ചൂഷണം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാട് തിരുത്തി പ്രകൃതിയും മനുഷ്യനും ഒന്നാണ്, പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യനെന്നുള്ള ചിന്ത, ആ ഒരു ജൈവ ഇക്കോളജിക്കൽ അദ്വൈതത്തിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരുവാൻ കാലത്ത് കഴിയുമെങ്കിൽ, അതിനെ നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ ഇന്ന് പ്രകൃതി അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കും അതുവഴി ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്കും അവസാനമുണ്ടാക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമില്ല. മൗണ്ട് എവറസ്റ്റ് ആദ്യമായി 2 ആളുകൾ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ അവരവരുടെ സന്തോഷം പ്രകടിപ്പിച്ച രീതി 2 ആശയങ്ങളെയാണ്, 2 ലോകവീക്ഷണങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അതിലൊരാൾ സായിപ്പും ഒരാൾ ഇന്ത്യക്കാരനും ഏഷ്യനുമായിരുന്നു. സായിപ്പ് ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ കൊടുമുടിയിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചത് ഐ ഹാവ് കോൺകേർഡ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ എവറസ്റ്റിനെ കീഴടക്കിയിരിക്കുന്നു. അതൊരു വേൾഡ് വ്യൂ ആണ്. ദാറ്റ്സ് എ വേൾഡ് വ്യൂ ഓഫ് കോൺക്വസ്റ്റ്, കീഴടക്കലിൻ്റെ ചിന്താഗതി. എന്നാൽ ഏഷ്യക്കാരൻ എവറസ്റ്റിൻ്റെ മുമ്പ് നമിച്ചുകൊണ്ട് അതിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വാവ്, ഐ ഹാവ് ഡിഫറെൻറ്റഡ് മൗണ്ട് എവറസ്റ്റ് എന്നാണ്. ഞാനങ്ങനെ എവറസ്റ്റിനെ എൻ്റെ സുഹൃത്താക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. These are 2 world views. And there is a world of difference between these 2 world views. One is of conquest, and the other one is of befriending nature. പ്രകൃതിയെ കീഴടക്കുന്ന ഒരു തത്വശാസ്ത്രവും പ്രകൃതിയെ സുഹൃത്തുക്കളാക്കുന്ന ഒരു തത്വശാസ്ത്രവും തമ്മിലുള്ള ഒരു സംഘർഷം ഇന്നും നിലവിലുണ്ട്.
പ്രകൃതിയുടെ സുഹൃത്താകുവാൻ മനുഷ്യന് സാധിക്കുമ്പോഴാണ് ജൈവ അദ്വൈതത്തിലേക്ക്, ഒരു പുതിയ അദ്വൈതത്തിലേക്ക്, ഇക്കോളജിക്കൽ അദ്വൈതത്തിലേക്ക് നാം പ്രവേശിക്കുക. അതിനാണ് ഈ കാലത്ത് കഴിയേണ്ടത്. എൻലൈറ്റൻമെൻറ്റ് അതിൻ്റെ ഭാഗമായിരുന്ന കൊളംബസ് അതുകൊണ്ട് അമേരിക്കയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമേരിക്ക കണ്ടുപിടിച്ചു എന്നാണ്. എന്നാൽ അദ്ദേഹം അമേരിക്ക കണ്ടുപിടിക്കുകയായിരുന്നില്ല, അമേരിക്ക കീഴടക്കുകയായിരുന്നു. കീഴടക്കലിൻ്റെ തത്വശാസ്ത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. അതിനു മുമ്പേ അമേരിക്ക ഉണ്ടായിരുന്നു, അവിടെ ആദിമനിവാസികളുണ്ടായിരുന്നു, സംസ്കാരമുണ്ടായിരുന്നു. അതിനെയൊക്കെ തകർത്ത് ഇല്ലാതെയാക്കിയിട്ടാണ് എൻലൈറ്റൻമെൻറ്റ്, യൂറോപ്പിൻ്റെ പുതിയ സംസ്കാരം അദ്ദേഹം അവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആദിമനിവാസികളുടെ മിമേസിസ് എന്ന് പറയുന്ന ബാക്ക് ടു നേച്ചർ, റിതം ഓഫ് നേച്ചർ, പ്രകൃതിയുടെ താളത്തിലേക്ക് മടങ്ങി വരുവാനുള്ളൊരാഹ്വാനം ഈ കാലത്തുണ്ട്. പാരിസ്ഥിതിക ചിന്തകളിലേക്ക് എന്നെ വളരെ ചെറുപ്പത്തിലെ ആകർഷിച്ച പ്രധാനപ്പെട്ട ചിന്തകനാണ് നമ്മുടെ കേരളത്തിലെ MK പ്രസാദ് സാർ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ലളിതമായ എന്നാൽ ആഴത്തിലുള്ള ഗാഠമായ ഒരു ചോദ്യമാണ്. അത് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അദ്ദേഹം വിദ്യാർത്ഥികളോട് ആ കാലത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരുന്നു: കുരങ്ങിനാണോ കുരങ്ങിൻ്റെ വാലിനാണോ നീളക്കൂടുതൽ? കുരങ്ങിനാണോ കുരങ്ങിൻ്റെ വാലിനാണോ നീളക്കൂടുതൽ? അപ്പോൾ വിദ്യാർത്ഥികൾ പല ഉത്തരം പറയും. ചിലർ പറയും കുരങ്ങിനാണ്, ചിലർ പറയും വാലിനാണ്, ചിലർ പറയും കുരങ്ങിനെ കാണാതെ പറയാനൊക്കത്തില്ല, ചില കുരങ്ങൾക്ക് വാലിന് നീളം കൂടുതലാണ്, അതുകൊണ്ട് കുരങ്ങിനെ കാണാതെ ഉത്തരം പറയാൻ സാധിക്കുകയില്ല എന്നും. അവസാനം പ്രസാദ് സാർ പറയും ശരിയായ ഉത്തരം ആ ചോദ്യം തെറ്റാണെന്നുള്ളതാണ്. കുരങ്ങിനാണോ കുരങ്ങിൻ്റെ വാലിനാണോ നീളക്കൂടുതലുള്ള ചോദ്യം അടിസ്ഥാനപരമായി തെറ്റാണ്. കാരണം കുരങ്ങിൻ്റെ വാല് കുരങ്ങിൻ്റെ ഭാഗമാണ്. ടെയിൽ ഓഫ് എ മങ്കി ഈസ് പാർട്ട് ഓഫ് ദറ്റ് ആനിമൽ കോൾഡ് മങ്കി. കുരങ്ങിനെയും കുരങ്ങിൻ്റെ വാലിനെയും നമ്മൾ രണ്ടായിട്ട് കാണാൻ തുടങ്ങിയതാണ് ദ്വൈത ചിന്ത. അവിടെയാണ് എല്ലാ നാശങ്ങളും, പ്രകൃതി നാശങ്ങളും തുടങ്ങിയത്. എന്നാൽ കുരങ്ങും കുരങ്ങിൻ്റെ വാലും ഒന്നാണെന്നുള്ള അദ്വൈതം, മനുഷ്യനും പ്രകൃതിയും ഒന്നാണെന്നുള്ള അദ്വൈതം, ദൈവവും സൃഷ്ടിയും ഒന്നാണെന്നുള്ള അദ്വൈത ചിന്തയോടൊപ്പം മനുഷ്യനും ഒന്നാണെന്നുള്ള ചിന്തയോടൊപ്പം പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്നുള്ള ആ ചിന്തയും കൂടി ഈ കാലത്ത് ശക്തമാകുവാൻ ഇടവരട്ടെ. അങ്ങനെ പ്രകൃതിയെ സുഹൃത്തുക്കളായി കാണുന്ന ഒരു മനുഷ്യൻ ഇനി പിറവിയെടുക്കട്ടെ. അങ്ങനെ പ്രകൃതി അതിൻ്റെ താളം കണ്ടെത്തുന്ന ഒരു തലത്തിലേക്ക് ഉയരുവാനും അവിടെ രോഗാണുക്കളും രോഗപകർച്ചകളും രോഗവ്യാപനവും ഒന്നുമില്ലാത്തൊരു കാലം, ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയുടെ ശ്രീശങ്കര വാർഷിക പ്രഭാഷണം നടത്തുവാൻ എന്നോട് ആവശ്യപ്പെട്ടതിനുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു മാധ്യമത്തിൽ കൂടിയാണെങ്കിലും നേരിട്ടല്ലാതെയും നിങ്ങളോട് സംവേദിക്കുവാനായിട്ടൊരവസരം തന്നതിനുള്ള കടപ്പാട് സംഘാടകരോടും പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറോടും അറിയിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. करारविन्देन पदारविन्दं मुखारविन्दे विनिवेशयन्तं पटस्य पत्रस्य पुटेशयानं बालं मुकुन्दं मनसा स्मरामि. श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्. श्री ശങ്കരാചാര്യ ജയന്തി അവസരത്തിൽ മാത്രമല്ല, ശങ്കര സന്ദേശത്തിൻ്റെ അവസരം ഇത് സാർവകാലികമാണ്. സന്ദേശത്തിൻ്റെ പ്രസക്തി ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, ഇന്നും ഉണ്ടാവും. അപ്പോൾ ത്രികാല ഭൂത വർത്തമാന ഭവിഷ്യത് കാലത്തിൽ ത്രികാലത്തിൽ ശങ്കര സന്ദേശത്തിൻ്റെ പ്രസക്തി വളരെ 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 ഉണ്ട്. ഇന്ന് പുരാണങ്ങളിലെല്ലാം നമ്മൾ കേട്ടതാണ് മാരണാധ്വരാത്
കേട്ടതാണ്. ഇന്ന് നമ്മളെല്ലാവരും പ്രത്യക്ഷമായിട്ട് കാണുന്ന സ്ഥിതിയിലാണ്. കോവിഡ്-19 അർത്ഥാത് ഈ കൊറോണ വൈറസ് ഈ ഒരു മഹാമാരി ലക്ഷക്കണക്കിൽ മനുഷ്യരെ ഈ മാരണാന്തരത്തിൽ ആഹുതി ചെയ്തതാണ്. ഇന്ന് നടക്കുന്നതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അത് അറിയാം. സന്ദർഭത്തിൽ ശങ്കര സന്ദേശത്തിൻ്റെ പ്രസക്തി ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ 100% ഇവിടെ ഉണ്ട്. ഈ ശങ്കര സന്ദേശ എന്ന് പറയുന്നത് പ്രത്യേക ശങ്കരൻ്റെ ആയിട്ടൊന്നുമില്ല. ഉപനിഷത്ത് സന്ദേശം എന്താണോ അതേയാണ് ശങ്കര സന്ദേശം. ഉപനിഷത്ത് സന്ദേശം എന്താണ്, അതിൻ്റെ പ്രസക്തി എന്താണ് ഈ സന്ദർഭത്തിൽ എന്ന് പറയുമ്പോൾ, മനുഷ്യ എന്ന് പറയുന്ന ഒരു പ്രാണി ജീവി ആഹാര നിദ്ര ആദി ചില ഗുണങ്ങൾ എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. തദപേക്ഷയ ഒരു വിവേക എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു വിശേഷ ഗുണം മനുഷ്യർക്ക് ഉള്ളതാണ്. ഇന്ന് ആ വിവേക ഗുണ എന്ന് പറയുന്നത് മനുഷ്യരിൽ തീരെ ഇല്ല എന്ന് പറയുന്നത് അതിശയമാവില്ല. കാരണം മനുഷ്യർക്ക് ദർപ്പ, അഹങ്കാര, മാത്സര്യ, രാഗ, ദ്വേഷ ഇത്യാദി ദുർഗുണങ്ങൾ ദിനേ 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 വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ പരിണാമമാണ് ചില അചിന്ത്യമായ വ്യാധികൾ അഥവാ ആദിവ്യാധികൾ ഉണ്ടാവുന്നതാണ്. കൊറോണ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക തരത്തിലുള്ള വിലക്ഷണമായ രോഗവിശേഷം ഇത് ആദിയുമാണ്, വ്യാധിയുമാണ്, രണ്ടുമാണിത്. ഉള്ളവർക്ക് വ്യാധിയാണ്, ഇല്ലാത്തവർക്ക് ആദിയാണ്. എന്തുകൊണ്ട് ആകസ്മികമായിട്ട് ഈ ഒരു വൈറസ് ജനിച്ചു പറയുമ്പോൾ ഉപനിഷത്തിൽ പറയുന്നത് അദ്യത്തെ തിചഭൂതാനി, അന്നത്തിൻ്റെ വ്യാഖ്യാനമാണ്, അന്ന ശബ്ദത്തിൻ്റെ വ്യാഖ്യാനമാണ്. അദ്യത്തെ നമ്മളെല്ലാവരും ഭക്ഷിക്കുന്നതാണ്. അതുമാത്രമല്ല, അന്ന എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷിക്കുന്നു. അപ്പം ഇന്ന് നടക്കുന്നത് അതാണ്. ഇതിൻ്റെ ഉത്പത്തി കാരണം എൻ്റെ അഭിപ്രായം അന്നവയാണ്, അന്നമാണ്. കാരണം അദ്യത്തെ അത്തിച്ച, അന്നം, അത്തി, ഭൂതാനി. ഇപ്പോൾ ഈ ഭൂതാന്ന് പറയുന്നത് തൽക്കാലം നമ്മൾ മനുഷ്യർ മാത്രം എടുക്കുക. മനുഷ്യരനെ തിന്നുന്നതാണ്, ഭക്ഷിക്കുന്നതാണ് അന്നം. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വിവേക വളരെ ആവശ്യകമാണ്. വിവേകഹീനരായതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ദുരന്തങ്ങളെ
എതിർക്കാൻ വരുന്നതാണ് ഉപനിഷത്തിലോ അഥവാ ആചാര്യ സ്വാമികളുടെ പ്രകരണ ഗ്രന്ഥത്തിലോ അടുക്കടി പറയുന്നതാണ്, കുറേ പ്രാവശ്യം പറയുന്നതാണ്. ഈ ജഗത്ത് അഥവാ സംസാര എന്ന് പറയുന്നത് വിഷസർപ്പമാണ് അഥവാ മഹാനക്രമാണ്, ക്രോക്കോഡൈലാണ്. ഇങ്ങനെ പല രീതിയിൽ ഇതിനെ വിശേഷണമായിട്ട് സംസാരത്തെ, ജഗത്തിനെ കാണിച്ചതാണ്. അതുകൊണ്ടാണ് ഇതിനെ യാവച്ഛയ്ക്ക് നമ്മളെ ഈ ദുഃഖങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉപനിഷത്ത് ബോധിപ്പിക്കുന്ന അഥവാ ഉപനിഷത്ത് സന്ദേഹം എന്താണോ അതിനെ നമ്മൾ അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു 80% നമ്മൾ അതിനെ നിഗ്രഹിക്കാൻ സാധ്യത ഉള്ളതാണ്. എന്താണ് എന്ന് പറയുമ്പോൾ, കാരണം പരിസ്ഥിതി ഇന്നത്തെ എന്താണ്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നില്ല, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നില്ല. കാരണം ആ ദുർഗുണങ്ങൾ, ദ്വേഷ, മത, മാത്സര്യ ദുർഗുണങ്ങൾ കൂടുതലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അവരുടെ സ്വാർത്ഥമാണ്. അർത്ഥം അർത്ഥം അർത്ഥം, ധനം 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 എന്ന് പറയുന്നതാണ്. അപ്പം ആ ധനം 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 എന്ന് പറയുന്ന ആഗ്രഹം എതുവരെ ഉണ്ടാവോ അതുവരെ അവർ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ സാധ്യതയില്ല. അവർക്ക് ഒരേ ഒരു വിഷയമാണ് ധനം, അർത്ഥം. അപ്പം അതുകൊണ്ട് അർത്ഥം ആവശ്യകമാണ്, അതില്ലാതെ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഉപനിഷത്ത് എന്താണ് പറയുന്നത്, അർത്ഥം അനർത്ഥം ഭാവയ നിത്യം. അർത്ഥം ആവശ്യകമാണ്, ആവശ്യകമായ അർത്ഥം അനർത്ഥവുമാണ്. ഇത് ആലോചിക്കൊള്ളുന്നത്. അപ്പോൾ ഈ അനർത്ഥമായ അർത്ഥത്തെ സംഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ യാവത് നമ്മൾക്ക് ജീവനത്തിൻ്റെ ആവശ്യകമാണോ താവത് അതിൻ്റെ കൂടുതൽ ഹാ 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 പറഞ്ഞിട്ട് ധനം ആർജിട്ട് ഇപ്പോൾ കാണുന്നില്ലേ. എൻ്റെ ബന്ധുക്കൾ അമേരിക്കയിലാണ്, അതാണ് ഇതാണ്. അമേരിക്കയിലായിക്കോട്ടെ, ജർമ്മനിലായിക്കോട്ടെ, ചൈനയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇന്ന് അവർക്ക് പണമില്ല, അതില്ല, ഇതില്ല, ഒന്നുമില്ല, അമ്മയില്ല, അച്ഛനില്ല, ഗതികോത്തരില്ലാതെ എവിടെയോ ആണ്. അവർ കാണാനും സാധ്യതയില്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ എന്താണ് ഈ ധനം? അപ്പം അതുകൊണ്ട് സന്ദേശം, ഉപനിഷത്ത് സന്ദേശം ഇതാണ്. ഇപ്പോൾ എല്ലാ ജീവികളെ ആത്മവത് സർവഭൂതേഷു, ആ ശരീര അവയവങ്ങളോ ഇത് ഭിന്ന ഭിന്ന ഉണ്ടാവും. ബട്ട് അതല്ല, ആ ചൈതന്യം എന്ന് പറയുന്ന ഒരു തത്വം എന്താണോ അത് എല്ലാ മതഭേദം ഇല്ലാതെ എല്ലാ മതസ്ഥര ആത്മാ, അദ്വൈതാത്മാ ഒന്നെയാണ്. അദ്വൈതാത്മാ വേറെയാണ്, ഇന്നൊരു മതസ്ഥര ആത്മാ വേറെയാണ്, ഇന്നൊരു മതസ്ഥര ആത്മാ വേറെയാണ്. അങ്ങനെയുള്ള ആത്മാവിൽ ഭേദമില്ല. അതുകൊണ്ട് ആ ആത്മാവിനെ എന്താണ് ഇത്, ഈ ആത്മാ ഞാൻ ആരാണ്, എവിടുന്ന് വന്നു, എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ കർത്തവ്യം എന്താണ്, ഇതെല്ലാം ആലോചിച്ച് സംസാരത്തിന് വിട്ടുപോകാൻ സാധ്യതയില്ല വന്നതുകൊണ്ട്. അപ്പോൾ യാവത് സംസാരമുണ്ടോ താവത് പര്യന്തം നമ്മൾക്കതിനെ എന്തായാലും ഇങ്ങനെ പതുക്കെ പതുക്കായിട്ട് നടക്കണം അവിടെ ആ സന്ദർഭത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള ഞാൻ ആരാണ്, എൻ്റെ കർത്തവ്യം എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇവന് നമ്മൾ പറയുന്നതാണ് അവൻ ആരാണ്, ഇവൻ ആരാണ്, അതേ ഞാനാണ്, ഞാനേ അതാണ്. ഇപ്പോൾ വ്യത്യാസം എന്താണെന്ന് പറയുമ്പോൾ ഈ ശരീര അവയവങ്ങളിലെ വ്യത്യാസമാണ്, അല്ലാതെ ഒരു മതസ്ഥര ആത്മാവിൽ ഒരു വ്യത്യാസവും ഇല്ല. അതേയാണ് ഇത്, ഇതേയാണ് അത്. അതുമാത്രമല്ല, നമ്മൾ സങ്കൽപ്പിച്ച്
ഇത് ഇവനാണ്, ഈ വർണ്ണനാണ്, ഈ ജാതിയാണ്, ഈ നീതിയാണ്, ഈ ലിംഗമാണ്, അതാണ് ഇതാണ്. അപ്പോൾ ആത്മാവിന് ഒരു വർണ്ണവുമില്ല, ഒരു ലിംഗവുമില്ല, ഒരു ജാത്യവുമില്ല, ഒന്നുമില്ല. ഇതെല്ലാവരും സമ്മതിക്കുന്നതാണ്. അദ്വൈതവും അതാണ്, ഉപനിഷത്ത് അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഉപനിഷത്ത് ബോധിപ്പിക്കുന്ന വസ്തു ആത്മതത്വത്തെ എതിർക്കാൻ ആരുമില്ല. എല്ലാവരും അതിനെ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. കാരണം മതസ്ഥ ഭേദമൊന്നുമില്ല. ഇവർ ആ മതമാണ്, ഈ മതത്തിലുള്ള ആത്മ വേറെയാണ്, ഈ മതത്തിലുള്ള ആത്മ വേറെയാണ്. അങ്ങനെയുള്ളവരും പ്രത്യേക തരത്തിലുള്ള ജീവഭേദം ഒന്നും കാണാതെ നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉപനിഷത്ത് പറയുന്നത് അത് നമ്മളെ അജ്ഞാനം കൊണ്ടാണ്, നമ്മൾക്ക് അറിവില്ല. അതിൻ്റെ ഒരു തരത്തിലുള്ള വിവേകശൂന്യതയാണ്. വിവേകശൂന്യത ഉള്ളത് കൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള ഭേദ കണ്ട് ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഉപനിഷത്ത് ബോധിപ്പിക്കുന്ന അഥവാ സന്ദേശം എന്താണോ ആ സന്ദേശമേ ശങ്കരൻ്റെ സന്ദേശമായത് കൊണ്ട് അതിന് യാവത് സാധ്യം എല്ലാം നടക്കാൻ സാധ്യത, അത് എത്ര നമ്മൾക്ക് നടക്കാൻ സാധ്യത ഉണ്ടോ ഞാൻ പറയില്ല. എത്ര സാധ്യമാണോ അത്ര സന്ദേശത്തിൽ പറയുന്ന വിഷയങ്ങളെ മനസ്സിലാക്കി നമ്മളെ ജീവനം നടത്തുന്നതാണ് എന്ന് പറയുമ്പോൾ പ്രായശഃ ഇങ്ങനെയുള്ള മരണാധ്വരങ്ങൾ പുനഃപുനഃ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ശങ്കരൻ്റെ സന്ദേശം, ഉപനിഷത്ത് സന്ദേശം എന്ന് പറയുന്നത് ആത്മാ ഒന്നാണ്. ആത്മവത് സർവഭൂതേഷു ആത്മാനം ഭാവയേത്. കാമ ക്രോധാദികളെ വിട്ട് ആത്മാവിനെ കണ്ടോളൂ, ഭാവയേത്, സ്മരിച്ചോളൂ. ഇങ്ങനെയാണ് ഉപദേശം. അപ്പം ആത്മവിജ്ഞാനിയായ ഒരു വ്യക്തി, ആ വ്യക്തിയെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ആ വ്യക്തിക്കുണ്ടാവാൻ സാധ്യതയില്ല. അപ്പം നമ്മളെല്ലാവരും യാവച്ഛക്യം സന്ദേശത്തിൽ പറയുന്ന രീതിയിൽ ആദ്യം ആത്മാവിനെ മനസ്സിലാക്കുക, കാമക്രോധ ദ്വേഷ മത മാത്സര്യ അഹങ്കാര ഇത്യാദി നിർഗുണങ്ങളെ കുറവാക്കുക, ആ ദുഷ്പ്രവൃത്തിയിൽ പോവാതെ സത്പ്രവൃത്തിയിൽ നടക്കുക. ഇതാണ് നമ്മളെ ശങ്കര ജയന്തി അവസരത്തിൽ ശങ്കര സന്ദേശമായിട്ട് ശങ്കരാചാര്യരോ അഥവാ ഉപനിഷത്തോ നമ്മൾക്ക് ബോധിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വളരെ സാർത്ഥകമായ ഒരു ശങ്കര ജയന്തി പ്രഭാഷണം, ആ വാർഷിക പ്രഭാഷണവും ശങ്കര ജയന്തി സന്ദേശവും നമ്മൾ ഇന്നിവിടെ നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തിക്കഴിഞ്ഞു. വളരെയധികം ചാരിതാർത്ഥ്യം അതിൻ്റെ പേരിൽ ഞങ്ങൾക്കുണ്ട്, സർവകലാശാലയ്ക്കുണ്ട്. ശങ്കരൻ്റെ ദർശനം, തത്വചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകൃതിയെ എങ്ങനെ കാണണം, മനുഷ്യനെ എങ്ങനെ കാണണം, മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ളൊരു ബന്ധത്തിന്, അത് വളരെ സ്ഥൂലമായ, വളരെ വൈചിത്ര്യങ്ങളോടുകൂടിയ രീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ വളരെ സൂക്ഷ്മമായ തലത്തിൽ, വളരെ സൂക്ഷ്മമായ അംശങ്ങളിൽ, വളരെ സൂക്ഷ്മമായ അടരുകളിൽ കൂടി നമ്മൾ ആ ബന്ധത്തിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കാനാണ് ശങ്കരാചാര്യരുടെ തത്വചിന്ത നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു സ്ഥൂല പ്രകൃതി നിലനിൽക്കെ തന്നെ ഒരു സൂക്ഷ്മ പ്രകൃതിയുമുണ്ട്. സ്ഥൂലമായ രീതിയിൽ പ്രകൃതിയെ മനസ്സിലാക്കുമ്പോൾ തന്നെ സൂക്ഷ്മമായ രീതിയിലും പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂക്ഷ്മമായ രീതിയിൽ തന്നെ പ്രകൃതിയുമായുള്ള ബന്ധത്തിനെയും മനുഷ്യരും തമ്മിലുള്ളൊരു ബന്ധത്തിനെയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ
ആ ഒരു ചിന്ത വളരെയധികം പ്രസക്തമാണ് എന്ന് തന്നെ തോന്നുന്നു. ആ ചിന്തയ്ക്ക് അനുഗുണമായ രീതിയിൽ, വളരെ സമകാലികമായ രീതിയിൽ അത്തരം തത്വചിന്തയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആണ് ഈ വർഷത്തെ ഒരു വാർഷിക പ്രഭാഷണം നമ്മൾക്ക് വേണ്ടി തന്ന ഗീവർഗീസ് കൂറിലോസ് തിരുമേനി നമുക്ക് മനസ്സിലാക്കി തന്നത്. അതിന് അദ്ദേഹത്തോട് സർവകലാശാല വളരെ കടപ്പെട്ടിരിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ശങ്കരജയന്തി സന്ദേശം നമുക്കായി ഇവിടെ തന്നത് സർവകലാശാലയിലെ വേദാന്ത വിഭാഗത്തിലെ വിസിറ്റിംഗ് പ്രൊഫസർ, അറിയപ്പെടുന്ന പണ്ഡിതനും ആയിരിക്കുന്ന രാമകൃഷ്ണ ഭട്ട് സാറാണ്. സാറും ഈ ഒരു ശങ്കര സന്ദേശത്തിനെ, ഉപനിഷത്ത് സന്ദേശത്തിനെ എങ്ങനെയാണ് സമകാലികമായ അവസ്ഥയുമായി ചേർത്ത് വായിക്കേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞു തന്നു. ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും തന്നത് സർവകലാശാല വൈസ് ചാൻസലർ ധർമ്മരാജ് അഡട്ട് സാറാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഒരു അധ്യക്ഷ ഭാഷണം അദ്ദേഹം നിർവഹിച്ചു. ധർമ്മരാജ് അഡട്ട് സാറിന്, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറിന് നന്ദി പറയുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞതും ഈ പരിപാടി ഈ രീതിയിൽ നടത്താനുള്ള എല്ലാവിധ പിന്തുണയും തന്നത് രജിസ്ട്രാർ ഡോക്ടർ MP ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണൻ സാറിനും ഉള്ളൊരു നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന, ഈ പരിപാടിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, പങ്കെടുത്ത് വിജയിപ്പിക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം.